ഏറ്റവും നല്ല രീതിയിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും 79ാമത് സ്വാതന്ത്ര്യദിനാശംസ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ. ഇന്ന് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യം, ഇന്ന് നമ്മുടെ ഡിപ്പോയും പരിസരവും എല്ലാം വൃത്തിയാക്കുക. ഉച്ചഭക്ഷണം നമ്മൾ 40 കിലോ കപ്പയും ഒരു 7 കിലോ മീനുകളും മേടിച്ച് ഇവിടെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാവരും സഹകരിക്കണം. നമുക്ക് പരമാവധി പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമുക്ക് ഇന്ന് ചെയ്യാൻ കഴിയണം. എല്ലാവരുടെയും താല്പര്യം ഉണ്ടാകണം തീർച്ചയായിട്ടും. ഹലോ ഗായ്സ്, നിങ്ങളിവിടെ കാണുന്നത് ചങ്ങനാശ്ശേരി KSRTC ഡിപ്പോയിലെ ജീവനക്കാർ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന രീതിയാണ്. നമുക്ക് അച്ചടെടുത്തോട്ടിയെല്ലാം ഇവിടെ കുക്കിങ്ങിലാണ്. എങ്ങനെയുണ്ട് അച്ഛ? എങ്ങനെയുണ്ടെന്ന് ആൻറ്റിയുടെ പേരെന്നാ? ആൻറ്റിയുടെ പേര് ശ്രീദേവി. ഇവിടെ വർക്ക് ചെയ്യുന്നതാണോ? എല്ലാവരും ഇവിടെ കുക്കിങ്ങിലൊക്കെയാണ്. അവിടെ കുറച്ച് പേര് പാട്ട് പാടുന്നുണ്ട്. അത് വേസ്റ്റ് ഒന്നും അങ്ങനെ വലിയ കാര്യമാക്കണ്ട കേട്ടോ. ഇവിടെ കേരളമല്ലേ, അതുകൊണ്ടാണ്. ഇവിടെ കപ്പ എല്ലാവരും കഴുകിക്കൊണ്ടിരിക്കുക, രണ്ടെങ്കിലും വരെ കഴുകിക്കൊണ്ടിരിക്കുക. കഴുകി വൃത്തിയാകുന്നുണ്ട്. കപ്പ കഴിയുന്ന അങ്കിൾമാരുടെ പേരെന്നൊക്കെയാ? കപ്പ കഴിയുന്ന അങ്കിൾമാരുടെ പേര് പറയാവോ? പ്രമോദ്ലാൽ NR സജീവ്. അപ്പൊ അവര് കപ്പ കഴുകിക്കോട്ടെ. ഇവിടെ ഇന്ന് കപ്പയും മീൻ കറിയുമാണ്. ഇത് മീൻ കറിക്കുള്ളതാണോ? ഇവിടെ എല്ലാം എന്താണ് കറിക്കുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക. മേശപ്പുറമൊക്കെ അതെ, കറിയൊക്കെ ഉണ്ടാക്കാനല്ലേ, അതുകൊണ്ടല്ല അങ്ങനെ അലങ്കോലായിട്ട് കിടക്കുക. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഞങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ പുതിയ സ്റ്റാൻഡിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല മഴക്കാറൊക്കെ ഉണ്ട്, എന്നാലും പണി നടക്കും എന്ന് വിശ്വസിക്കുന്നു. എത്ര നാൾ കാണുമെന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷെ പണി നടക്കും. ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മീൻ കറിയാണെന്നാണ് പറയുന്നത്, പക്ഷെ കണ്ടിട്ട് ചിക്കൻ കറിയുടെ കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മീൻ കറി കടന്ന് വെട്ടിത്തിളക്കുകയാണ് ഉള്ള ഏർപ്പാടിലാണ്.
ഡിപ്പോയിലെ സ്റ്റാഫുകളെ, നമ്മളിന്ന് ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനം നമ്മുടെ ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ ഇന്ന് വിപുലമായി നമ്മൾ ആഘോഷിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിപ്പോ ശുചീകരിച്ചു. അതോടൊപ്പം ജീവനക്കാർക്കുള്ള ചെറിയൊരു ഭക്ഷണമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പം ഈ തുടക്കത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഡിപ്പോ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു തുടക്കമായിട്ട് തന്നെ നമുക്ക് തന്നെ കരുതാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇവിടെ വന്നു സഹകരിച്ചു. തുടർന്നും നമുക്ക് ഈ ഡിപ്പോയിൽ കുറച്ചും കൂടെ ശുചീകരിക്കാനുണ്ട്. അതിലും നിങ്ങളുടെ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചങ്ങനാശ്ശേരി ഡിപ്പോ കളക്ഷനിലും അതിൻ്റെ പ്രവർത്തനത്തിലും ജീവനക്കാരുടെ സംതൃപ്തിയിലും എല്ലാത്തിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനെല്ലാവരുടെയും സഹകരണം വേണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളിന്ന് വന്ന് ഇവിടെ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും എന്ന നിലയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. എല്ലാവർക്കും നന്ദി.